A very good morning to all. Now we begin the program, the third edition of the Young Innovators Program 2020-23, an initiative of Kerala Development and Innovation Strategic Council, being implemented in various institutions and universities across the state. Today, the program, jointly organized by Kerala Veterinary and Animal Sciences University and KDISC, is launched with an idea to sensitize faculty and students in promoting technology, production and process innovation amongst the students of our university. Majority of our institutions have registered in the YIP link provided, and a few students groups have already posted their ideas. On this occasion, I wholeheartedly invite our respectful Registrar of Kerala Veterinary and Animal Sciences University, Dr. N. Ashok sir, for the welcome address. Thank you, Vidya. എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ഇന്ന് ഈ വെബെക്സ് മീറ്റിംഗ് ഉദ്ദേശിക്കുന്നത് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം 2020 അതിന് ഒരു ഓറിയന്റേഷൻ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. കഴിഞ്ഞ 2 വർഷവും നമ്മുടെ സർവകലാശാല യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നമ്മളത് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഒരു പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്നുള്ള ഒരു കാര്യം സർവകലാശാലയ്ക്ക് ഒരു ചെറിയ സംശയം തന്നെയുണ്ട്. അതിനെപ്പറ്റി ഒരു പുനർവിചിന്തനം നടത്തുകയും അതുകൊണ്ട് ഈ വർഷം നമ്മൾ തീർച്ചയായും വളരെ കൂടുതൽ താല്പര്യത്തോടുകൂടി കൂടുതൽ ഇൻവോൾവ്മെന്റോടുകൂടി ഇതിലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ തന്നെ ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഏതാനും മീറ്റിങ്ങുകൾ സർവകലാശാല തലത്തിൽ ചേരുകയും അതിനുവേണ്ടി ഈ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഈ വർഷം നമ്മൾ വളരെ നല്ല നിലയിൽ ഭംഗിയായി നടത്തണം, കൂടുതൽ പങ്കെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് സർവകലാശാലയുടെ മിക്കവാറും എല്ലാ കോളേജുകളും സ്റ്റേഷനുകളും നമ്മൾ YIP-യിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് നമ്മളുടെ ആൾക്കാർക്ക് ഇതിൽ ഒരു കൃത്യമായ ഒരു ധാരണ പലപ്പോഴും എല്ലാ ആളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിൽ വേണ്ടുന്ന ഒരു പ്രാതിനിധ്യം നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉണ്ടാവാതെ പോയത് എന്ന് സംശയിക്കുന്നു. ആ ഒരു ലാക്യുനെ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് എല്ലാ കുട്ടികൾക്കും ഫെസിലിറ്റേറ്റേഴ്സിനും അതേപോലെ നമ്മളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ പ്രത്യേകിച്ച് KDISC ആവശ്യപ്പെട്ട് KDISC-ന്റെ നേതൃത്വത്തിൽ നമ്മൾ നടപ്പാക്കുകയാണ്. ഈ പ്രോഗ്രാം സർവകലാശാലയും വെറ്ററിനറി സർവകലാശാലയും KDISC-ഉം കൂടെ സംയോജിതമായി ആണ് ഇവിടെ നമ്മൾ ചേരുന്നത്. അതിലേക്ക് ഇന്ന് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഭംഗിയായി കൈകാര്യം ചെയ്യാനായി ഇതിനെക്കുറിച്ച് പറയുവാനായി നമുക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് KDISC-ന്റെ സ്ട്രാറ്റജിക് അഡ്വൈസറായ ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ സാറാണ്. സാറ് ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് എല്ലാവർക്കും പറഞ്ഞു തരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സാറുമായി ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്യുകയും ആ ക്ലാരിറ്റിയോടുകൂടി തന്നെ നമ്മൾ മുമ്പോട്ട് തുടക്കം തൊട്ടേ പോയി നല്ല നല്ല പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ കുട്ടികളെ മുമ്പിലേക്ക് കൊണ്ടുവരണം, അതിനുള്ള മുൻകൈ എടുക്കണം എന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ മുഖവരിയായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ ആദരണീയായ വൈസ് ചാൻസലറാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ വളരെ പ്രത്യേക താല്പര്യം ഈ ഒരു കാര്യത്തിൽ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം നടത്തണം എന്നുള്ളതും ഇതിൽ നമ്മൾ നല്ല നല്ല പ്രോഗ്രാമുകൾ നമ്മുടെ സർവകലാശാലയ്ക്ക് നേടിയെടുക്കണം എന്നും കൊണ്ട് ഒരു താല്പര്യം ആദ്യം മുതൽ തന്നെ അദ്ദേഹം കാണിച്ചിരുന്നു. അദ്ദേഹത്തിനെ എൻ്റെ സ്വന്തം പേരിലും സർവകലാശാലയുടെ പേരിലും ഇവിടെ നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം അടുത്തതായി നമുക്ക് ഈ KDISC-ൽ നിന്നും അതിന്റെ സ്ട്രാറ്റജിക് അഡ്വൈസർ ആയിട്ടുള്ള ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ സാറാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സാറ് ഇതിനെപ്പറ്റി ആധികാരികമായി പറയാൻ കെൽപ്പുള്ള ആളാണ്. അദ്ദേഹം ഇത് പറഞ്ഞ് നമ്മളെ ബോധവൽക്കരിക്കും, നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കും, ഇതുമായിട്ടുള്ള നമ്മുടെ മെന്റേഴ്സിനെ ബോധവൽക്കരിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സാറിനെ ഈ വെബിനാറിലേക്ക് സർവകലാശാലയുടെ പേരിലും ഇവിടെ ചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മളുടെ സർവകലാശാലയിൽ നിന്നും
ഇതിൽ ഈ താല്പര്യത്തോടുകൂടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഡയറക്ടർ ഓൺട്രപ്രണർഷിപ്പ് ഡോക്ടർ എം കെ നാരായണൻ, ഇത് ഓർഗനൈസ് ചെയ്യുന്ന, ഇതിനെ ചുക്കാൻ പിടിക്കുന്ന ഡിഇയുടെ ഓഫീസ്, എക്സ്റ്റൻഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇർഷാദ്, ഇത് കംപ്ലീറ്റ് ഇത് ഓർഗനൈസ് ചെയ്യുന്ന ഇർഷാദ്, പിന്നെ KDISCിൽ നിന്നും ഇതിനു വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക സഹകരണവും ചെയ്തിരുന്ന KDISCിൽ നിന്നുള്ള ഔദ്യോഗിക ഭാരവാഹികൾ, അതുപോലെ നമ്മുടെ വെറ്റിനറി സർവകലാശാലയിലെ വിവിധ കോളേജുകളിലെ ഡീൻമാര്, സ്പെഷ്യൽ ഓഫീസർമാര്, ഇതിൽ പങ്കെടുക്കുന്ന, ഇത് കേൾക്കുന്ന നമ്മളുടെ കുട്ടികൾ, അവര് തീർച്ചയായും ഇത് മനസ്സിലാക്കുക, എന്താണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലാണ് അതിന് വേണ്ടുന്ന പ്രോഗ്രാമുകൾ ചാർട്ടർ ചെയ്യേണ്ടത്, ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി സുതാര്യമായി കൊണ്ട് പോകണം, സംശയങ്ങളൊക്കെ തീർക്കണം. ഓരോരുത്തരെയും സർവകലാശാലയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ വെബിനാർ സീരീസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Thank you, sir. Now I invite our Vice Chancellor, Kerala Veterinary and Animal Sciences University, Dr. M.R. Shashindrannath sir, to inaugurate the program. എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം പറഞ്ഞ ഡോക്ടർ അശോക്, രജിസ്ട്രാർ വെറ്റിനറി യൂണിവേഴ്സിറ്റി, KDISCിന്റെ സ്ട്രാറ്റജിക് അഡ്വൈസറായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, AVISന്റെ ഡയറക്ടർ ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഡോക്ടർ എം കെ നാരായണൻ, ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള അധ്യാപകരെ, അധ്യാപകരെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഒന്നുകൂടി സ്വാഗതം പറയുകയാണ്. ഡോക്ടർ അശോക് വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ഇന്ന് നമ്മൾ എന്തിനാണ് ഈ സമ്മേളനം, ഇവിടെ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു നൂതനമായ ആശയമാണ് YIP പ്രോഗ്രാം. തീർച്ചയായിട്ടും ഈ ചെറു മനസ്സുകളിലുള്ള ഐഡിയകൾ പ്രോത്സാഹിപ്പിച്ച് അവരിലൂടെ പല പല കണ്ടുപിടുത്തങ്ങളും അതുപോലെ പല പല നൂതന പ്രവൃത്തികളും രംഗത്ത് കൊണ്ടുവരിക. പലപ്പോഴും നമ്മൾ കാര്യങ്ങളും തിയററ്റിക്കലായി പഠിച്ച് അതോട് തിയറിയോടുകൂടി അവസാനിക്കുക. പക്ഷെ ഇത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രവൃത്തി പദത്തിൽ അവരുടെ ഐഡിയകൾ കൊണ്ടുവന്ന് അത് വിപുലീകരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ നൂതന ആശയങ്ങൾ പുറത്തു കൊണ്ടത് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യ ഉദ്ദേശം. എങ്കിൽ കൂടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് യൂണിവേഴ്സിറ്റികളിൽ, സർവകലാശാലകളിൽ മാത്രമാണ് ഇതിനെ പറ്റി ശരിയായ ബോധവൽക്കരണം ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ YIP പ്രോഗ്രാംസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തീർച്ചയായിട്ടും 2 പ്രോഗ്രാമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടതും അതൊരു സെമി ഫൈനൽ സ്റ്റേജ് വരെ എത്തി നിൽക്കുകയാണ്. ഫൈനൽ കടന്നതിന് ശേഷമാണ് അതും മുന്നോട്ട് പോവുകയുള്ളൂ. അതും ഒരു ഡയറി ഫാക്കൽറ്റിക്കാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ മറ്റൊരു ഫാക്കൽറ്റികളിലെ കുട്ടികൾക്ക് ഐഡിയകളും നമ്മുടെ ആശയങ്ങളും ഇല്ല എന്നുള്ളതല്ല, അവർക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അവരെ ശരിയായ രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള KDISCിന്റെ സ്ട്രാറ്റജിക് അഡ്വൈസറായ ഉണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ നമ്മുടെ ഫാക്കൽറ്റിയും അതുപോലെ വിദ്യാർത്ഥികളും കേട്ട് അവരിലുള്ള ഐഡിയകൾ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ വർഷത്തിൽ സെലക്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ ഒരു നല്ല പങ്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ സർവകലാശാലയിൽ ആയിരിക്കണം എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. അപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചതിന് നമ്മുടെ സംയുക്തമായിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മുൻകൈയെടുത്ത ഡോക്ടർ നാരായണനും അവരുടെ കൂടെയുള്ള ടീമിനും ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വെബിനാർസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ YIP പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ള എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ നിർത്തട്ടെ. Thank you, sir. Now I invite Dr. P.V. Unnikrishnan,
Strategic Advisor, KDISC, to brief about KDISC and Young Innovative Program and provide insights to our students and the real stakeholders of the program. Thank you. Am I audible? Yes, sir. Audible. Yes, sir. Okay. I have a brief presentation. I request my colleague Manu to bring the presentation onto the screen. Manu, can you share the presentation? Yes, sir. Yes, sir. KDISC എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ഇന്നവേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കട്ടിംഗ് എഡ്ജിലുള്ള ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ്. KDISCന്റെ വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോമ്പറ്റീറ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് കേരള ത്രൂ ദ ക്രിയേഷൻ ഓഫ് എ ഹെൽത്തി എക്കോസിസ്റ്റം for transformative and bold innovations through new directions in technology, product and process innovations. ഇതാണ് KDISCന്റെ വിഷൻ. 3 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് KDISC നടപ്പിലാക്കുന്നത്. ഹോളിസ്റ്റിക് ആൻഡ് ക്വാളിറ്റി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ കേരള, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം അതിനകത്തെ ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ആക്സിലറേറ്റഡ് ബ്ലോക്ക് ചെയിൻ കോമ്പിറ്റൻസി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടി KDISC ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പരിപാടികൾ KDISC ചെയ്യുന്നുണ്ട്. എ നോളജ് സെന്റർ ടെക്നോളജി ബേസ്ഡ് ലോക്കൽ എക്കണോമി വിത്ത് ഗ്ലോബൽ കണക്ട്, ഇതാണ് രണ്ടാമത്തെ സ്ട്രീം ഓഫ് പ്രോഗ്രാംസ്. ആ പ്രോഗ്രാമിനകത്ത് ഏറ്റവും ambitious ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എമർജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ. ഈ സാങ്കേതിക വിദ്യകൾക്ക് പൊതുവിൽ പറയുന്ന പേര് ഇൻഡസ്ട്രി 4.0 എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻഫർമേഷൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയും ഇന്റർനെറ്റും ഒക്കെ ഉദയം ചെയ്തിട്ടുള്ള കാലഘട്ടമാണ് രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. രണ്ടാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബേസിക്കലി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടമാണ്. ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ് മൂന്നാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നാലാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇപ്പോഴത്തെ ഈ പുതിയ ഡാറ്റാ സയൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും അൺമാൻഡ് വെഹിക്കിൾസിന്റെയും അതുപോലെ തന്നെ ജനറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറ്റിക്സും സൈബർ ടെക്നോളജീസിന്റെയും നാനോ ടെക്നോളജിയുടെയും ഇന്റർഫേസിൽ വർക്ക് ചെയ്യുന്ന ടെക്നോളജീസ് എല്ലാം അടങ്ങുന്നതാണ് ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്ന സാങ്കേതികവിദ്യ കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും എത്തിക്കുക എന്നുള്ളത് KDISCന്റെ ഉത്തരവാദിത്തമാണ്. മൂന്നാമത്തത് എൻഹാൻസ്ഡ് ഇൻക്ലൂഷൻ, പാർട്ടിസിപ്പേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് ത്രൂ കട്ടിംഗ് എഡ്ജ് നോളജ് ആൻഡ് ടെക്നോളജി. ബേസിക്കലി അതിനകത്ത് സോഷ്യൽ ഇൻക്ലൂഷൻ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന്റെ, ട്രൈബൽ, പിന്നെ അതുപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റ്, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള പരിപാടികൾ, അതോടൊപ്പം തന്നെ സെൽഫ് റിലയൻസ് ഉറപ്പുവരുത്തുന്നതിനുള്ള പരിപാടികൾ, ഇതൊക്കെ തന്നെ KDISCന്റെ ബ്രോഡായിട്ടുള്ള മാൻഡേറ്റിൽ വരുന്നതാണ്. KDISCന്റെ പ്രോഗ്രാം ഫ്രെയിംവർക്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. കുട്ടികളുടെ ഗണിതശേഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മഞ്ചാടി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. കുട്ടികളുടെ ശാസ്ത്ര വിഷയങ്ങളിലുള്ള അഭിരുചി, പ്രത്യേകിച്ച് 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മഴവില്ല് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇൻഡസ്ട്രി 4.0 മേക്കിംഗ് കേരള റെഡി ഫോർ ഇൻഡസ്ട്രി 4.0 പറഞ്ഞു. അതിലാണ് എമർജിംഗ് ടെക്നോളജീസ് ഇൻ ഗവൺമെന്റ്. ഉദാഹരണത്തിന് ഞങ്ങൾ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പാറശാലയുള്ള പിന്നെ താലൂക്ക് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ നിന്ന് പ്ലാസ്മയും അതുപോലെ തന്നെ ബ്ലഡ് ബാഗ്സും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പെറിഷബിലിറ്റി ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ഇന്റർനെറ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, IoT ടെക്നോളജീസും അതുപോലെ തന്നെ സെൻസേഴ്സും ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിന്റെ പെറിഷബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്നുണ്ട്. ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഡിറ്റക്ഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കുറച്ചും കൂടെ ഫലപ്രദമായിട്ട് ചെയ്യാനായിട്ടുള്ള വേറൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ എമർജിംഗ് ടെക്നോളജി ഇൻ ഗവൺമെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചെയ്യുന്നുണ്ട്.
കേരള ആസ് എ മെഡിക്കൽ ഡിവൈസസ് ഹബ് എന്ന് പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ സാങ്കേതികവിദ്യ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കേരള ഫുഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. കേരളത്തിലെ പിന്നെ ഒരു ഊബർ മോഡലിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അതിനകത്ത് സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം, സേഫ് ടു ഈറ്റ് ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടി അതിനകത്ത് ഉൽപാദകരെയും അതുപോലെ തന്നെ ഉപയോക്താക്കളെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശൃംഖലയാണ്. മിയാവാക്കി എന്ന് പറയുന്നത് പിന്നെ ഒരു ജാപ്പനീസ് സങ്കേതം ഉപയോഗിച്ച് അർബൻ ഏരിയാസിൽ വനവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. ഞങ്ങൾ ഒരു NGO ഗ്രൂപ്പും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ട് ചെയ്യുന്നതാണ്. എൻഹാൻസിങ് ഇൻക്ലൂഷൻ, പാർട്ടിസിപ്പേഷൻ, സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ ഞങ്ങൾ അവിടുത്തെ മില്ലറ്റ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട മില്ലറ്റ്സും അതുപോലെ തന്നെ അവിടുത്തെ ട്രഡീഷണൽ ക്രോപ്സും ട്രൈബൽസിന്റെ ക്രോപ്സും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അസിസ്റ്റീവ് ടെക്നോളജീസ്, അതായത് കായികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ്, മാനസികമായിട്ടും കായികമായിട്ടും വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ട സഹായ സാങ്കേതിക വിദ്യയാണ് അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ആ അസിസ്റ്റീവ് ടെക്നോളജിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, അത് ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടു കൂടിയാണ് MIT ആയിട്ട് ചേർന്നുകൊണ്ടാണ് ആ പ്രോഗ്രാം കേരളത്തിൽ നടക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിനകത്ത് പാർട്ട്ണർ ചെയ്യുന്നത്. അവരുടെ സഹായത്തോടു കൂടി ആ പ്രോഗ്രാം ഏറ്റെടുക്കുന്നത് ലോകത്തെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് നടക്കുന്ന അസിസ്റ്റീവ് ടെക്നോളജി പ്രോഗ്രാംസിൽ ഒരെണ്ണമാണ്. ഈ തരത്തിലുള്ള ചില മുൻകൈകളാണ് KDISC എടുത്തിട്ടുള്ളത്. Can we go to the next slide? KDISCന്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ട് ഇൻട്രഡക്ഷൻ, ഭൂരിഭാഗം ആൾക്കാർക്കും KDISCനെ കുറിച്ച് അറിയില്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. KDISCന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. 2018 ജൂണിലാണ് ഈ പ്രോഗ്രാം KDISCന്റെ ആരംഭത്തോടു കൂടി ആരംഭിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ, ഇന്നലെ ഹിന്ദു പത്രത്തിൽ നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ ഡയറക്ടറുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നോവേഷനും കുട്ടികളുടെ ചെറുപ്രായത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഫെഡറൽ സയന്റിഫിക് സപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. അമേരിക്കൻ സെനറ്റ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന 40 കൊല്ലമായിട്ട് ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ അറിയാം, 330ഓളം നോബൽ ലോറേറ്റ്സിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻകൈ എടുത്തു എന്നുള്ളതാണ് അവര് നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ പ്രോഗ്രാമിന്റെ മുഖമുദ്രയായിട്ട് പറയുന്നത്. നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ നടത്തുന്ന ഇന്നോവേഷൻ പ്രൊമോഷൻ പ്രോഗ്രാമിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. അവരുടെ വിഭവങ്ങളും അവരുടെ പിൻബലവും ഒന്നും ഈ പരിപാടിക്കില്ല എങ്കിലും വളരെ ചെറിയ ഫണ്ടും ഇവിടെയുള്ള കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റി ഗവേഷണ സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരുടെ വൈദഗ്ധ്യവും അത് സംഘടിപ്പിച്ചുകൊണ്ട് അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രത്യേകത. പക്ഷെ നമ്മൾ അതിനെ മാതൃകയാക്കിയിട്ടുള്ളത് നാഷണൽ സയൻസ് ഫൗണ്ടേഷനാണ്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം നർച്ചറിങ് യങ് ടാലൻസ് ഇൻട്രസ്റ്റഡ് ഇൻ പെർസ്യൂയിങ് അവാൻഗാർഡ് റിസർച്ച്, അക്കാഡമിക്സ് ആൻഡ് ബിസിനസ് മോഡൽ ബിൽഡിംഗ്. ഇപ്പൊ കട്ടിംഗ് എഡ്ജിലുള്ള റിസർച്ചും അതുപോലെ തന്നെ അക്കാഡമിക് പ്രവർത്തനവും, അതോടൊപ്പം നേരത്തെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സൂചിപ്പിച്ച പോലെ ഇതിന്റെ ഭാഗമായിട്ട് സംരംഭകത്വത്തിലേക്ക് നീങ്ങുക. ആ സംരംഭകത്വം വഴി ചില നാട്ടിൽ പിന്നെ തങ്ങളുടെ ഉപജീവനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബിസിനസ് പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റിയിലെ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിനകത്ത് ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഇന്നോവേഷൻ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നോവേഷൻ പ്രോഗ്രാംസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ മാത്രം ഒരു മേഖലയാണ്. സ്റ്റാർട്ടപ്പ് മിഷനും ഒക്കെ തന്നെ മിക്കവാറും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ നോൺ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും സയൻസ് സ്റ്റുഡൻസിനും ആർട്സ് സ്റ്റുഡൻസിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് YIP ഇപ്പോൾ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം സ്റ്റാർട്ടപ്പ് മിഷൻ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയുടെ മുഖ്യ ധാര അതിനകത്ത് ബിസിനസ് ഡെവലപ്മെന്റ് ആണ്. ഇതോടൊപ്പം സോഷ്യൽ ഇന്നോവേഷൻ, ഒരു ബിസിനസ് റിട്ടേൺ ഊന്നിയില്ലെങ്കിൽ തന്നെയും സാമൂഹ്യ പുരോഗതി ഊന്നിക്കൊണ്ട് അതിനകത്ത് പിന്നെ
ജനങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ സംരംഭങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശവും സോഷ്യൽ ഇന്നോവേഷന്റെ ഭാഗമായിട്ട് ഉണ്ട്. അതും YIPയുടെ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കുറച്ചുപേരെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്നു. കഴിഞ്ഞ വർഷം അത് 371 കുട്ടികളാണ്. അതിന് മുമ്പത്തെ വർഷം അത് 204 കുട്ടികളാണ്. ആ കുട്ടികളെ 3 കൊല്ലത്തേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് KDISC പിന്നെ മുന്നോട്ട് വെക്കുന്ന ഉദ്ദേശം. 3 കൊല്ലത്തേക്ക് അവര് പഠിക്കുന്ന സ്ഥാപനത്തിലാണെങ്കിലും പഠിച്ചു കഴിഞ്ഞ ശേഷമാണെങ്കിലും അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, അതൊരു സംരംഭം ഉണ്ടാക്കുന്നതിനാവാം, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനാവാം, ഒരു പ്രക്രിയ നവീകരിക്കുന്നതിനാവാം, അതിന് പറ്റുന്ന രൂപത്തിൽ അവർക്ക് വേണ്ട സഹായം കൊടുക്കുക എന്നുള്ളതാണ് YIP വാഗ്ദാനം ചെയ്യുന്നത്. അതിന് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വ്യാവസായിക മേഖലയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു സങ്കേതമുണ്ട്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കാലിക്കറ്റിന്റെ സഹായത്തോടു കൂടി പ്രോഡക്റ്റുകൾ വികസിപ്പിക്കുന്നതിനുള്ള സങ്കേതം. ആ സങ്കേതം ഒരു ഒരു ഫസി ലെവലിലായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ. ആ ആശയത്തെ നവീകരിച്ചെടുത്ത് എങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പിന്നെ ഫണലിലേക്ക് കൊണ്ടുവന്ന് അതൊരു അന്തിമമായ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതിൽ മെന്ററും മെന്റിയും എങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യണം. അതിൽ കുറച്ച് നമ്മുടെ സാധാരണഗതിയിൽ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്നതും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിലേഷനാണ് ഒരു മെന്ററും മെന്റിയും. മെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള സോഫ്റ്റ് സപ്പോർട്ട് കൊടുക്കുന്ന ആളും അതോടൊപ്പം തന്നെ ടെക്നിക്കലായിട്ട് ഗൈഡ് ചെയ്യുന്ന ആളും അതോടൊപ്പം തന്നെ ഒരു പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത് ഒരു ഗ്രൂപ്പിനെ ബിൽഡ് ചെയ്യുന്ന ഒരാളും ഒക്കെയാണ്. ആ രൂപത്തിലുള്ള മെന്ററിങ് ചെയ്യാനായിട്ട് പറ്റുന്ന രൂപത്തിലുള്ള ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്കാണ് മെന്റേഴ്സിന് കൊടുക്കുന്നത്. അതിനകത്ത് 10-70ഓളം മെന്റേഴ്സിനെ കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും അക്കാഡമിക് സ്ഥാപനങ്ങളിലുമുള്ള ആൾക്കാരെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ട്രെയിൻ ചെയ്തിരുന്നു. IIM കാലിക്കറ്റിന്റെ സഹായത്തോടുകൂടി ഇക്കൊല്ലവും അത്തരത്തിലുള്ള, അതോടൊപ്പം തന്നെ കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലമാണെങ്കിൽ ഇംപീരിയൽ കോളേജ് ലണ്ടൻ ഒരു മെന്റേഴ്സിന് വേണ്ടി ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് മെന്റേഴ്സിന് വേണ്ടി കൊടുക്കുന്നു. ഞങ്ങൾ ഓരോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനകത്തും 2 ഫെസിലിറ്റേറ്റേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. അവരാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ അംബാസഡേഴ്സ് ആയിട്ട് ആ സ്ഥാപനത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കെവാസു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂക്കോട് കെവാസുവിന്റെ സെന്റർ ഉണ്ട്, മണ്ണുത്തിയിലെ സെന്റർ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സെന്റേഴ്സ്, കോലാഹലമായിട്ടുള്ള സെന്റർ ഉണ്ട്. ഇത്തരത്തിലുള്ള വിവിധ സെന്റേഴ്സും ഒക്കെ നമ്മുടെ രജിസ്ട്രേഷനിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ 2-3 ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ടാവും. ആ ഫെസിലിറ്റേറ്റേഴ്സിന് കഴിഞ്ഞ വർഷം ഫെസിലിറ്റേറ്റേഴ്സിന് YIPയുടെ ഫിലോസഫിയും അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി 4.0 പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരുന്നു. ആ ട്രെയിനിങ് കൊടുത്ത ആ ഒരു കപ്പാസിറ്റി കൂടി ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോഴാണ് ഈ പ്രോഗ്രാം ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോവുക. ഈ പരിപാടിക്കകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികളുടെ ഗ്രൂപ്പുകളാണ് വരേണ്ടത്. എക്സെപ്ഷണൽ കേസിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു കുട്ടി ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഐഡിയ പെർസ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കും. പക്ഷെ പൊതുവിൽ നമ്മൾ 2 പേര് മുതൽ 5 പേര് വരെയുള്ള ടീംസിനെയാണ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അവരാണ് ഈ പ്രോഗ്രാമിന്റെ ഐഡിയേറ്റേഴ്സ് ആയിട്ട് വരേണ്ടത്. അവര് ഈ പ്രോഗ്രാമിനകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ഒരു മെന്റർ വേണം. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മെന്റർ ഇപ്പോൾ മെന്റർഷിപ്പിന്റെ കമ്മിറ്റ്മെന്റ് ഒന്നും വേണമെന്നില്ല. അവിടുത്തെ ഒരു അധ്യാപകൻ, ഒരു ഫെസിലിറ്റേറ്റർ, ഈ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസർ, അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തം മാത്രം മതി ഇനീഷ്യൽ സ്റ്റേജിൽ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ഒരു മെന്ററേയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. സ്വാഭാവികമായിട്ടും അനിമൽ ഹസ്ബൻഡറിയിലും വെറ്ററിനറിയിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റിലുള്ള കുറച്ച് എക്സ്പെർട്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റിയിലുള്ള എക്സ്പെർട്സ് ഉണ്ട്, റിട്ടയർ ചെയ്തിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. അവരെ അടക്കം ഇതിനകത്ത് കൊണ്ടുവന്ന് ഒരു ശൃംഖലയായി കൊണ്ടുവന്ന് ഈ കുട്ടികളെ ഗൈഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിശ്ചയമായിട്ടും അതിനകത്ത് യൂണിവേഴ്സിറ്റിക്ക് ഒരു സെൻട്രൽ ആയിട്ടുള്ള ഹബ് ആൻഡ് സ്പോക്കിലെ ഹബിന്റെ റോളുണ്ട്. അത് കുട്ടികളെ പങ്കാളികളാക്കുന്നതിൽ മാത്രമല്ല, കുട്ടികളുടെ പരിപാടികൾ മെച്ചമാണോ അല്ലയോ എന്ന് പരിശോധിച്ച് അതിൽ ഏതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിർദ്ദേശിക്കുന്നതിലും യൂണിവേഴ്സിറ്റിക്ക് തന്നെയാണ് നിർണായകമായിട്ടുള്ള റോള്. അത് കഴിഞ്ഞാൽ ആ പരിപാടി കൈപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള വൈദഗ്ധ്യങ്ങൾ കൊണ്ടുവരാൻ KDISC ശ്രമിക്കും. മാർക്കറ്റുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത് KDISCന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അതേസമയത്ത് ഇതിന്റെ IPR മുന്നോട്ട് കൊണ്ടുപോകുക, ഇതിന്റെ ഗവേഷണപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തം. ഈ രൂപത്തിലുള്ള ഒരു പങ്കാളിത്തമാണ് ഈ പരിപാടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനു, അടുത്ത സ്ക്രീനിലേക്ക് പോകാമോ?
ഈ ചലഞ്ചിൽ നമ്മൾ ഈ പരിപാടിയിൽ ഒരു സാധാരണഗതിയിലുള്ള പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് ചലഞ്ചുകളുണ്ട്. ഇപ്പൊ ആദ്യം ഒരു ചലഞ്ചാണ്. ആ ചലഞ്ചിൽ നമ്മൾ ഐഡിയ മുന്നോട്ട് വെക്കാനാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 3 കൊല്ലവും ചലഞ്ചസ് ഉണ്ടാവും. ആ ചലഞ്ചസിൽ ഇതിനകത്ത് പുരോഗതി വിലയിരുത്തുക എന്നുള്ളതാണ് ചലഞ്ചിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ചലഞ്ചിൽ 2 സ്ട്രീംസ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് മാസ്ട്രോ ചലഞ്ച്. മാസ്ട്രോ ചലഞ്ച് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഇന്റർഡിസിപ്ലിനറി പ്രോബ്ലംസ് ആണ്. ഇപ്രാവശ്യം പാൻഡമിക് COVID-19 പശ്ചാത്തലത്തിൽ COVID-19 ബന്ധപ്പെട്ട പ്രശ്നപരിഹാരമാണ് COVID-19 മേഖലയിൽ വരുന്നത്. ആ COVID-19 ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വെറ്റനറി കെയറുമായിട്ടുള്ള സപ്പോർട്ട് COVID-19 കാലഘട്ടത്തിൽ എഫക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസും ആവാം. അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്ന മേഖലയുമായിട്ട്, അവരുടെ വൈദഗ്ധ്യ മേഖലയുമായിട്ട്, അവരുടെ സെക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ കാണുന്നതിൽ വിരോധമില്ല. 2 സ്റ്റാർ ചലഞ്ച് എന്ന് പറയുന്നത് 21 ഏരിയാസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റ് പാൻഡമിക് ഇന്നോവേഷൻസ് ഒരെണ്ണമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സിൽ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഫോറസ്ട്രി, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ്, ഡയറി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ, എനർജി ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ആയുഷുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത സ്ട്രീംസ് ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളുണ്ട്, സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ ഉണ്ട്, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം ഉണ്ട്, എൽഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാം ഉണ്ട്. ഇതെല്ലാം അടങ്ങുന്ന 20 തീംസിന്റെ ഒരു പിന്നെ ഇതാണ് സ്റ്റാർ ചലഞ്ചിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കാണുന്ന പിന്നെ സ്ലൈഡ് എന്ന് പറയുന്നത് ഇന്നവേഷൻ ആർക്കിടെക്ചറാണ്, YIPയുടെ ഇന്നവേഷൻ ആർക്കിടെക്ചറാണ്. അതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഡിജിറ്റൽ ഐഡിയ പ്ലാറ്റ്ഫോം. ആ ഡിജിറ്റൽ ഐഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ്. ആ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് ജില്ലകളിൽ ഡിസ്ട്രിക്ട് ഇന്നോവേഷൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ സ്ഥാപനത്തിനും 3 ഫെസിലിറ്റേറ്റേഴ്സ് ഉണ്ട്. അവരതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഹൈസ്കൂൾസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസും റിസർച്ച് സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഈ ശൃംഖലയുടെ ഭാഗമാണ്. ഇതിനകത്ത് ഈ എക്കോസിസ്റ്റത്തിനകത്ത്, YIPയുടെ എക്കോസിസ്റ്റത്തിനകത്ത് 3 ഘടകങ്ങളാണ്. ഒന്ന് ചലഞ്ചസ് ഉണ്ട്, 2 മെന്റീസ് ഉണ്ട്, അതായത് ഈ പരിപാടിയിൽ പങ്കാളികളാവുന്ന ഐഡിയേറ്റേഴ്സ്, 3ാമത് അതുപോലെ തന്നെ മെന്റേഴ്സ്. ഈ മെന്റേഴ്സും മെന്റീസും കൂടെ ഇലക്ട്രോണിക് ആയിട്ട് ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഫേസ്ബുക്ക് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ഫേസ്ബുക്കിന്റെ തന്നെ ഒരു സെക്യൂർ ആയിട്ടുള്ള, അതിൽ പറയുന്ന ആൾക്കാർ മാത്രം കണക്ട് ചെയ്യുന്നത്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്, ആർക്ക് വേണമെങ്കിൽ അതിനകത്ത് വരാം. ഇതൊരു ക്ലോസ് പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന. ആ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് ഈ മെന്റേഴ്സിനെയും മെന്റീസിനെയും നമ്മൾ പരസ്പരം ബന്ധപ്പെടുത്തുക. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സൂമും അതുപോലെ പിന്നെ ടീംസും പോലെയുള്ള ടെക്നോളജീസും ഉണ്ട്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വർക്ക് പ്ലേസും ഉണ്ട്. അത് ഒരു കൊളാബറേറ്റീവ് വർക്ക് പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിലായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ്. വിവിധ മനു ഒന്ന് പിറകിലത്തെ സ്ക്രീനിലേക്ക് പോകാമോ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ആ മെന്റേഴ്സിന് തന്നെ പെർസീവ് ചെയ്യാം, അത് മെന്റീസിന് അസൈൻ ചെയ്യാം. അതും ഈ മെന്റർ മെന്റി പ്ലാറ്റ്ഫോമിനകത്തെ ഒരു പ്രോഗ്രാമാണ്. അത് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടില്ല, പക്ഷെ അടുത്ത കൊല്ലം മുതൽ, അടുത്ത വർഷം മുതൽ അത് എഫക്റ്റീവായിട്ട് വരും. അതിന് വിവിധ യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഫൈനലൈസ് ചെയ്യാനുള്ള ശ്രമം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. മനു, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതില് നമ്മൾ പ്ലാൻ ഓഫ് ആക്ഷൻ, നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് അവരുടെ ഐഡിയാസ് പറയാനായിട്ട് പറയുന്നു. ഇതോടൊപ്പം നമ്മൾ ജില്ലകളിലെ ഡിസ്ട്രിക്ട് ഇന്നോവേഷൻ കൗൺസിൽസ് ആണ് ഈ പ്രോഗ്രാമിന്റെ ജില്ലാതലത്തിലുള്ള വിശകലനം നടത്തുക. നമുക്ക് കുറച്ച് ഫണ്ട്സ് ഉണ്ട്. അത് ആ ഫണ്ട്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഇന്നോവേഷൻ ഫണ്ട് എന്ന് പറയുന്ന പ്രോഗ്രാം സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത കൊല്ലത്തോടു കൂടി നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഡിസൈൻ ഫോർ കേരള 2022 കേരള സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാംസിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നു. ക്രൗഡ് സോഴ്സിങ്, റിസോഴ്സ് മാത്രമല്ല വൈദഗ്ധ്യവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പിന്നെ പബ്ലിക്കായിട്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. YIP ആൻഡ് ഇൻഡസ്ട്രി 4.0യുടെ ട്രെയിനിങ്ങും ഈ ഇന്നോവേഷൻ എക്കോസിസ്റ്റം ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്.
ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1400 സിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ലൈഡ്സ് ഒന്ന് ക്വിക്കായിട്ട് സ്കിപ്പ് ചെയ്ത് പോകാമോ? ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് നമുക്ക് കൂടെ അധികം വേണമെന്നില്ല. പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റീസും ഗവൺമെന്റ് സ്ഥാപനങ്ങളുമാണ്. അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതാണ് YIPയുടെ പിന്നെ കഴിഞ്ഞ 2 കൊല്ലത്തെ പ്രോഗ്രാമിനകത്തെ മേജർ ആയിട്ടുള്ള എലിമെന്റ്സ്. അതിന്റെ അനൗൺസ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ, ഐഡിയ രജിസ്ട്രേഷൻ, ഡിസ്ട്രിക്ട് ഇവാലുവേഷൻ, സ്റ്റേറ്റ് ഇവാലുവേഷൻ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പരിപാടികൾ പ്ലാൻ ചെയ്യുകയും ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബൂട്ട് ക്യാമ്പ്സ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് ബൂട്ട് ക്യാമ്പ്സ്. അതുപോലെ തന്നെ ആക്സലറേറ്റഡ് ഇന്നോവേഷൻ ട്രാക്ക്, നോർമൽ ഇന്നോവേഷൻ ട്രാക്ക്, 2 ട്രാക്കുകൾ 2019 2018 കുട്ടികൾക്ക് കൊടുത്തിരുന്നു. ഇക്കൊല്ലം ഇപ്പോൾ ആക്സലറേറ്റഡ് ഇന്നോവേഷൻ ട്രാക്ക് 2019 കുട്ടികൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ആ ഓണത്തിന്റെ സമയത്താണ്. അത് കഴിയുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആൾക്കാരെ അവർക്ക് ഗ്രാൻഡ് കൊടുക്കും. നോർമൽ ഇന്നോവേഷൻ ട്രാക്ക് 2018 കഴിഞ്ഞു, അവർക്കുമുള്ള ഗ്രാൻഡ് കൊടുക്കും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗ്രാൻഡാണ് നമ്മൾ ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. കാരണം യൂണിവേഴ്സിറ്റീസിലൊക്കെ റിസർച്ചിനൊക്കെ ഗ്രാൻഡ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു കമ്പാനിയൻ പ്രോഗ്രാം എന്നുള്ളത് ഇതിനകത്ത് ഓണറേറിയവും ഗൈഡിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള രൂപത്തിലുള്ള ഓണറേറിയം ഒക്കെ നമുക്ക് ആവാം എന്നുള്ളത്. റെഗുലർ ശമ്പളങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളില്ല. പക്ഷെ എങ്കിൽ തന്നെയും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന കമ്പോണന്റ് പാടുന്നില്ല. ഒരു പ്രത്യേക ഫീൽഡ് സ്റ്റഡി നടത്തണമെങ്കിൽ അതിന് ഫണ്ട്സ് വേണമെങ്കിൽ അതിന് കണ്ടെത്താം. ഒരു പ്രത്യേക തരത്തിലുള്ള ലാബ് വർക്ക് നടത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കൺസ്യൂമബിൾസോ മറ്റു മെറ്റീരിയൽസോ വേണമെങ്കിൽ അതാവാം. പക്ഷെ ഒരു ലാബിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കാനുള്ള സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടാവില്ല. അത് നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും കിഫ്ബിയുടെയും ഒക്കെ സഹായത്തോടു കൂടി അങ്ങനെയുള്ള റിക്വയർമെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ ആണെങ്കിൽ അതിനുള്ള റിക്വയർമെന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ സപ്പോർട്ട് നമുക്ക് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആ രൂപത്തിൽ കുട്ടികൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കണമെങ്കിൽ അതിനുള്ള ഫീസ് നമുക്ക് കവർ ചെയ്യാം. അവർക്ക് ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ഒരു കോഴ്സിന് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന പിന്നെ സ്റ്റൈപ്പൻഡ് തികയില്ല. അതിനകത്ത് അവർക്ക് ഒരു ലിവിങ് എക്സ്പെൻസിനകത്ത് ഒരു അഡീഷണാലിറ്റി വേണം എന്നുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗ്രാൻഡാണ്. നമ്മൾ 2018 AIT NIT പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് അതിന്റെ ഗ്രാൻഡ്സ് ഡിസ്ബേഴ്സ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് ഇപ്പൊ 2019 നടക്കും. 2020 കുറച്ചും കൂടെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിനാണ് 2 സൈക്കിൾസ് ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2018 നമുക്ക് പിന്നെ വിവിധ തീമുകളിൽ നമ്മളെല്ലാ ലോകത്തുള്ള എല്ലാ തീംസും കുട്ടികൾക്ക് ഐഡിയാസ് എന്തുണ്ടെങ്കിലും അത് പറയാം എന്നുള്ള നിലയ്ക്ക് 204 കുട്ടികൾക്ക് തീംസ് അത് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്തത്. നമ്മളത് പരിശോധിച്ചപ്പോൾ നമുക്ക് അത്രയും ഒരു ബ്രോഡായിട്ടുള്ള ഒരു മാൻഡേറ്റ് കവർ ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടൈസ് നമുക്ക് ഇല്ലാന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ 2019 നമ്മൾ കുറച്ചും കൂടെ നാരോ ഡൗൺ ചെയ്തു. നമ്മൾ ഈ 11 തീംസിലേക്ക് റെഡ്യൂസ് ചെയ്തു. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ്, അസിസ്റ്റീവ് ടെക്നോളജീസ്, ബിസിനസ് മോഡൽ ഇന്നോവേഷൻ, കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, എനർജി, മൊബിലിറ്റി ആൻഡ് റിന്യൂവബിൾ, മോഡേൺ മെഡിസിൻ, problem of age, problem of children, solid, liquid and hazardous management, traditional industries, water conservation. ഈ തീംസ് എല്ലാം 2020 റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് കോർഡിനേറ്റ് ചെയ്ത്. അത് ചർച്ച ചെയ്തപ്പോൾ അത് കേവാസു ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി ഉണ്ട്, ഫിഷറീസ് യൂണിവേഴ്സിറ്റി വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ സ്പ്ലിറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചു, കുറച്ചും കൂടെ പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ് ചെയ്യുന്നതിന് വേണ്ടി. 2019 ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേവാസു അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. നമുക്ക് പിന്നെ ഏതാണ്ട് 40ഓളം ഏജൻസീസ് നോർത്ത്, സെൻട്രൽ ആൻഡ് സൗത്ത് കേരളയിൽ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ തീംസ് ഇതൊക്കെയാണ്: agriculture, animal husbandry, fisheries, dairy, solid, liquid and hazardous management, water, complementary and alternative medicine, Ayurveda, homeopathy, naturopathy, Siddha, Unani, traditional industries, business model innovation, assistive technologies, energy, problem of children, problem of elderly, climate change and disaster management, post-pandemic innovations, yoga, അതുപോലെ തന്നെ മോഡേൺ മെഡിസിൻ ആൻഡ് ബയോമെഡിക്കൽ ടെക്നോളജീസ്. ഇങ്ങനെയുള്ള 21 തീമുകളാണ് തീമാറ്റിക് ഏരിയാസ് ഓഫ് 2020 ആയിട്ടുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അനിമൽ ഹസ്ബൻഡറിക്ക് തെക്കൻ മേഖലയിൽ പാലോടുള്ള ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിങ് സെന്റർ ആണ് അതിന്റെ എക്സ്പേർട്ട് ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് മനു ഒന്ന് ക്വിക്കായിട്ടാ. സെൻട്രൽ സോണിൽ ഒന്ന് പറകലത്തെ സ്ലൈഡ്. സെൻട്രൽ സോണിൽ
പിറകിലത്തെ സ്ലൈഡ്, തൊട്ട് മുമ്പത്തെ സ്ലൈഡ്. സെൻട്രൽ സോണിൽ അനിമൽ ഹസ്ബൻഡറിയിൽ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് മണ്ണുത്തിയാണ്. നോർത്ത് സോണിൽ നോർത്ത് സോണിൽ കേവാസു ആണ്, അത് പൂക്കോട് സെന്റർ ആണ് അനിമൽ ഹസ്ബൻഡറിയുടെ, പൂക്കോട് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് അനിമൽ ഹസ്ബൻഡറിയുടെ പിന്നെ പ്രോഗ്രാമിന്റെ നോർത്ത് സോണിലുള്ള ഓർഗനൈസേഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിൽ എക്സ്പേർട്ട് ഓർഗനൈസേഷൻസിന് പ്രിലിമിനറി വാല്യുവേഷനും അതിനുശേഷം അക്കാഡമിക് ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫലത്തിൽ നമ്മൾ പറയുന്നത് ഇതാണ്, കേവാസുവിൽ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിലിമിനറി സെലക്ഷൻ വാല്യുവേഷനകത്ത് നിങ്ങളുടെ ഫാക്കൽറ്റി തന്നെ പങ്കാളികളായിക്കൊണ്ടുള്ള ഒരു ടീമാണ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഒരു കൺവീനിയൻസും സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ്, ഇന്ത്യയിലുള്ള എക്സ്പേർട്സിനെയും ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പേർട്സിനെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. വ്യത്യസ്തമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ, IoT, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഡ്രോൺസ്, അൺമാൻ വെഹിക്കിൾസ്, ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ തന്നെ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഗവേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവേഷണ ഉൽപ്പന്ന വികസന പരിപാടികളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അതിനൊക്കെ ഉള്ള സപ്പോർട്ട് തരാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അംബ്രല പ്രോഗ്രാം ആയിട്ടാണ് KDISCന്റെ പരിപാടി മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് സജീവമായിട്ട് പങ്കാളികളാവണം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് ഈ രജിസ്ട്രേഷൻ അതിന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട്. ഇപ്പോൾ 28 ജൂലൈ ആണ് നമ്മൾ ടെൻഡേറ്റീവ്ലി ഫിക്സ് ചെയ്തിരുന്നത് രജിസ്ട്രേഷന് വേണ്ടി. അത് ഒരു 3-4 ദിവസം കൂടെ, ഈ 31-ാം തീയതി വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പ്രിലിമിനറി സ്ക്രീനിങ്, വെബിനാർ വഴി നിങ്ങൾക്ക് അഡീഷണൽ സ്കിൽസ് തരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന ഐഡിയ ഡിസ്ട്രിക്ട് വാല്യുവേഷന് വേണ്ടി മോഡിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു, സ്റ്റേറ്റ് വാല്യുവേഷനിലേക്ക് പോകുന്നു, ഗോൾഡ് ആൻഡ് സിൽവർ ട്രാക്സിലുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഷെഡ്യൂള്. ഇനി ഞാൻ ഒന്ന് ബ്രീഫായിട്ട് മനു ഒന്ന് പ്രസന്റേഷൻ ക്ലോസ് ചെയ്യാം. ബ്രീഫായിട്ട് 1-2 കാര്യങ്ങളോട് പറയാം. നമ്മൾ ഈ YFP പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു മുന്നുപാധി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അസോസിയേറ്റ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പൊ കേവാസുവിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേവാസു എസ് എ യൂണിവേഴ്സിറ്റി രജിസ്റ്റേർഡ് ആണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റൽ സെന്റേഴ്സും രജിസ്റ്റേർഡ് ആണ്. അതിലൊക്കെയും ചേർന്ന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഒരു പ്രോഗ്രാമിന് ഒരു പ്രൈമറി കോണ്ടാക്ട് വേണം. അയാൾക്കായിരിക്കും ആ പ്രൈമറി കോണ്ടാക്ട്. അതിപ്പോ യൂണിവേഴ്സിറ്റി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ തന്നെ ഒരാളെ ഐഡന്റിഫൈ ചെയ്താൽ മതി. മെയിലൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന, ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരാളായിരിക്കണം. അവരുടെ മൊബൈൽ നമ്പറും മെയിലുമാണ് ഇതിനകത്ത് കോണ്ടാക്ട് ആയിട്ട് കൊടുക്കുക, പ്രൈമറി കോണ്ടാക്ട്. ഒരു ഐഡിയെ സംബന്ധിച്ചിടത്തോളം 2 മുതൽ 5 പേരാണ് ഐഡിയേറ്റേഴ്സ് ആയിട്ട് വേണ്ടത്. ആ ഐഡിയേറ്റേഴ്സിനകത്ത് ഈ പ്രൈമറി കോണ്ടാക്ട് അടക്കം 2 മുതൽ 5 പേരാണ് പ്രൈമറി കോണ്ടാക്ട്സ് ആയിട്ട് വേണ്ടത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഘട്ടം ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ഷൻ, അത് കഴിഞ്ഞാൽ പ്രൈമറി കോണ്ടാക്ട് രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞാൽ ഐഡിയേറ്റർ രജിസ്ട്രേഷൻ. ഈ 3 കാര്യങ്ങളും നമ്മുടെ ഫോമിൽ തീർക്കാം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത കാര്യം ഐഡിയ രജിസ്ട്രേഷൻ ആണ്. ഐഡിയ രജിസ്ട്രേഷൻ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഐഡിയ ഇൻ ഷോർട്ട്, ഒരു സെന്റൻസിൽ ഐഡിയ എന്താണെന്ന് പറയണം. അതൊരു പ്രോബ്ലം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിന്റെ പരിഹാരം ആണ് ഒരു ആശയം. ആ ആശയം ഇപ്പോ പിന്നെ അനിമൽ ഹസ്ബൻഡറിയിലെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെന്റിനകത്ത് ഒരു പർട്ടിക്കുലർ ഇതാവാം, അനിമൽ ഹസ്ബൻഡറി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോഡറിന്റെയും ഫീഡിന്റെയും ക്വാളിറ്റി എൻഹാൻസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാവാം, അല്ലെങ്കിൽ പിന്നെ വെറ്ററിനറി കെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാര്യമാവാം. അതൊക്കെ സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങളുടെ ഡൊമെയിനകത്ത്, എനിക്ക് എക്സ്പെർട്ടൈസ് ഉള്ള മേഖലയില്ല, ഞാൻ അതിലേക്ക് ഡെൽ ചെയ്യുന്നില്ല, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള പ്രാഥമിക രൂപം, പ്രശ്നപരിഹാരത്തിന്റെ മുഴുവൻ വിശദാംശം വേണ്ട, ഒരു സൊല്യൂഷന്റെ ഒരു ഔട്ട്ലൈൻ, എന്തായിരിക്കാം പോസിബിൾ സൊല്യൂഷൻ എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്താണ് ലക്ഷ്യമായിട്ട് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കും. അപ്പൊ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം, ഒരു ഐഡിയ ഇൻ ഷോർട്ട് പറയാനുണ്ടാവണം, ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. ആ ഐഡിയ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, 3 കൊല്ലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ബ്രോഡ് പ്രൊജക്ഷൻ, എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് ലക്ഷ്യമിടുന്നത്. പിന്നെ മിൽക്ക് പ്രൊഡക്ഷൻ, ഒരു പ്രത്യേക വിഭാഗം കൗസിന്റെ മിൽക്ക് പ്രൊഡക്ഷൻ ഇത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ അതാണ് അതിന്. അപ്പൊ ആ ഗവേഷണം ആ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി, ആ ഉൽപ്പന്നം വികസിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പ്രക്രിയ വികസിപ്പിക്കുന്നതിന് വേണ്ടി, ആ ഗവേഷണ പരിപാടി നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം
എന്തൊക്കെ തരത്തിലുള്ള പഠനങ്ങൾ ചെയ്യേണ്ടി വരും, എന്തൊക്കെ തരത്തിലുള്ള ഗവേഷണ പഠന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും, അതിൻ്റെ ഒരു ഷെഡ്യൂൾ എന്താണ്, അതിനു വേണ്ടിയിട്ടുള്ള ചെലവ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഐഡിയ സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് പറയേണ്ടത്. ഇത് സമ്പൂർണ്ണമാവണമെന്നില്ല. ഇത് നമുക്ക് 2 സ്റ്റേജിൽ റിവിഷന് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, ഞങ്ങൾ ചില ഇൻപുട്സ് ഇതിനകത്ത് തരും. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്രശ്നപരിഹാര അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സങ്കേതം, അതിലുള്ള വെബിനാർസ് ഞങ്ങളുടെ ഈ വരുന്ന മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ആ വെബിനാർസ് ഇൻപുട്ട് എടുക്കാം. ആ ഇൻപുട്സ് എടുത്ത ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് റിവൈസ് ചെയ്യാം, ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് റിഫൈൻ ചെയ്യാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ട്രിക്ട് ലെവൽ പ്രസന്റേഷൻ. ഡിസ്ട്രിക്ട് ലെവൽ പ്രസന്റേഷൻ കഴിഞ്ഞാൽ അവിടെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവൽ പ്രസന്റേഷന്റെ സ്റ്റേജ്, അത് വീണ്ടും യൂണിവേഴ്സിറ്റിയിലാണ്. ആ സ്റ്റേജിൽ വീണ്ടും അത് റിഫൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലായിട്ട് ആക്ച്വലായിട്ട് ഇംപ്ലിമെന്റേഷനിൽ പോകുന്ന സമയത്ത് ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മെന്റേഴ്സും എക്സ്പേർട്സുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതെങ്ങനെ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് 3 കൊല്ലത്തേക്ക് ഡെലിവറബിൾ ആയിട്ട് ഒരു പ്രോഗ്രാം ആയിട്ട് എങ്ങനെ കൊണ്ടുപോകണം തീരുമാനിക്കാം. അത് കഴിഞ്ഞാൽ ഓരോ ചലഞ്ചിലും നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എക്സ്പേർട്സുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർ തരുന്ന ഇൻപുട്സ് ഉണ്ടാവും. ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുണ്ടാവും, അവർ തരുന്ന ഇൻപുട്സ് ഉണ്ടാവും. അത് വെച്ച് നിങ്ങളുടെ ഉൽപ്പന്നം, നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ പ്രോസസ്സ് അത് നവീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കേഡസ്ക്ക് സഹായിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി now it is time for you to come up with your questions. ഈ പരിപാടിയെ സംബന്ധിച്ച്, ഇതിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് ഫാക്കൽറ്റി മെമ്പേഴ്സിനും അതുപോലെ തന്നെ കുട്ടികൾക്കും എന്ത് ചോദ്യങ്ങളാണ് ഉള്ളതെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയും. താങ്ക് യു സാർ. ഒരു സംശയം ചോദിച്ചോട്ടെ സാർ. നമ്മുടെ കുട്ടികൾ നമ്മളിപ്പം ഞാൻ കണ്ട ഒരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഇതിലോ ഈ തികച്ചും പ്രൊഫഷണൽ ആയതുകൊണ്ടും ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു ബേസിക് പ്രിപ്പറേഷൻസ് എങ്ങനെയാവണമെന്ന് പലർക്കും അറിയുന്നില്ല. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഈ ഡേറ്റ്സിനൊക്കെ മുൻപ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ? എക്സ്ക്ലൂസീവ് ആയിട്ട് സെലക്ടഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, അവർക്ക് അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതിന് എങ്ങനെ വേണം, ഇതിന്റെ സ്റ്റെപ്പുകളെ കുറിച്ച്, അപ്പൊ അതിന് ആരെങ്കിലും അവിടുന്ന് തയ്യാറാണോ, അതോ അങ്ങനെ എന്തെങ്കിലും, അതല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്നുള്ളത് ഞാൻ കുട്ടികൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചത് സാർ. അതെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്നിപ്പോ ഇപ്പൊ നമ്മൾ ഈ മാസം അവസാനം വരെ വെച്ചിട്ടുള്ള പ്രോഗ്രാമിനകത്ത് കുട്ടികളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനായിട്ടും ഓരോ ജില്ലയിലും നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ആ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. അവർ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ആ ജില്ലയിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സോൾവ് ചെയ്യും. ഇത് എൻ്റർ ചെയ്യുന്ന സമയത്തോ ഒരു ഐഡിയയുടെ കാര്യത്തിലോ ഇത് എങ്ങനെ ഇത് ഫോമുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് തരാൻ പറ്റുന്ന രൂപത്തിൽ ഓരോ ജില്ലയിലും 14 പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. അതിലിപ്പോ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള അനുവും അതുപോലെ തന്നെ മനു, ലക്ഷ്മി, അരുണിമാന്റെ കൊളീഗ്സ് ഇപ്പൊ ഈ പ്രോഗ്രാമിലുണ്ട്. അതുകൂടാതെ എല്ലാ ജില്ലകളിലും ഇതിന്റെ ചുമതലക്കാരുണ്ട്. ഞങ്ങൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം. അവര് സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ ഓൺ കോൾ ബേസിസ് ഞാനും അവൈലബിൾ ആണ് ഇതിനകത്ത് സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി. ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഈ ഐഡിയ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഇവാലുവേഷൻ നടത്തുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി തന്നെയാണ്. നമ്മൾ ഈ 3 സെന്റേഴ്സിൽ നമ്മൾ യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി തന്നെയാണ് ഫസ്റ്റ് ലെവൽ ഇവാലുവേഷൻ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ ഇവാലുവേഷൻ ആണ് നമ്മുടെ ഒരു പബ്ലിക് പ്രോസസ്സിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ എഗെയിൻ ദേ കം ബാക്ക് ടു ദ യൂണിവേഴ്സിറ്റി ഫോർ ദ ഗൈഡൻസ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചർ. ഇപ്പൊ കേവാസുവിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേവാസു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പ്രോഗ്രാമിൽ പങ്കാളികളാവുന്നതിന്. കുട്ടികൾക്ക് വേണ്ട ഇൻപുട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അത് മാത്രമല്ല, ഇപ്പൊ കുഫോസിൽ അവർ ചെയ്ത ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് താല്പര്യമുള്ള കുട്ടികളും അവിടുത്തെ ഫാക്കൽറ്റി കോർഡിനേറ്ററും കൂടെ ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അവർക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ പ്ലോട്ട് ചെയ്യാണ്. ഞങ്ങൾ എങ്ങനെ ഐഡിയ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഇന്ന പർട്ടിക്കുലർ ഐഡിയ ആണ് വേണ്ട, അത് ഏത് ടീമിൽ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള സംശയങ്ങളുള്ള ആ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സിന്റെ ആ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള 2-3 അറേഞ്ച്മെന്റ്സ് നമുക്ക് ചെയ്യാം. അതാത് ജില്ലകളിൽ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് സപ്പോർട്ട് കൊടുക്കുന്നെങ്കിൽ അത് കൊടുക്കാം.
താങ്ക് യു സാർ. അവസാനമായിട്ട് ഞാൻ കോച്ചി സാറും കൂടെ ഉള്ളതുകൊണ്ട് ചോദിക്കാം. നമ്മുടെ പൂക്കോട് വെറ്ററിനറി കോളേജിലെ കുറച്ച് കുട്ടികൾ ഇന്ത്യൻ വെറ്ററിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ അവിടെ പോയി പ്രസന്റ് ചെയ്തിരുന്നു ഒരു 2 പ്രോജക്റ്റ്. പിന്നീട് അവർക്ക് 2 month ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അത് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അത് കോച്ചി സാർ ആ കുട്ടികളുടെ ഉണ്ണീഷൻ സാറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താല് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തിലെങ്കിലും അത് ഉൾപ്പെടുത്താൻ പറ്റുമോ, അത് മുന്നോട്ട് പോകുന്നുണ്ടോ മാഡത്തിനും അറിയാമായിരിക്കും അത്. അല്ല, അതുപോലെ മിടുക്കരായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പിന്നെ അവരെയൊക്കെ അവരുടെയൊക്കെ ഐഡിയാസ് ഇതിനകത്ത് കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹലോ, നമസ്കാരം. ഓഡിബിൾ ആണോ സർ? പ്ലീസ് സർ, ലാസ്റ്റ് ഇയർ വളരെ നന്നായിട്ട് തന്നെ IIP പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു. ആൻഡ് ദിസ് ഇയർ കുറച്ചുകൂടി നന്നായിട്ട് പോകുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രസന്റേഷനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് നമുക്ക് സ്റ്റുഡൻസിനൊക്കെ നമ്മൾ അറിയിച്ചിട്ട് അവർ കുറെ പേര് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇവരുടെ ഈ ഒരു ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിലേക്ക് ഐഡിയ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ അവര് എന്താണ് അതിന്റെ ഡീറ്റെയിലിങ്സ് അവര് അറിയുമോ? ഒന്ന്. രണ്ടാമതെന്ന് വെച്ചാൽ ഇപ്പൊ മുഴുവനും ഓൺലൈൻ ആയതുകൊണ്ട് അവരുടെ കരിക്കുലം ടൈമിങ്ങിൽ നിന്ന് അവർക്ക് ടൈം അധികം കിട്ടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റർ ചെയ്തതിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഈവനിങ് ഒക്കെ ഇരുന്ന് ഒരു 6 മണി 7 മണിയൊക്കെ വെച്ച് ഇരുന്നിട്ടൊക്കെയാണ് മെന്ററിങ്. അപ്പൊ അവരുടെ ആ കരിക്കുലം ലിങ്ക്ഡ് ആക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇത് ലാസ്റ്റ് അവർക്ക് ഈ ഇപ്പൊ ഡിസൈൻ തിങ്കിങ് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ ഈവനിങ്സ് ആക്കിയിട്ട് മേ ബി ഒരു 4:30 to 5:30 അങ്ങനെ എന്തെങ്കിലും ഒരു ടൈമിങ്ങിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു കുറച്ചുകൂടി സൗകര്യമായിരുന്നു ആ ടൈമില്. പിന്നെ രണ്ടാമത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സജഷൻ ആണ്. ഇപ്പൊ KTUവിലും നമ്മൾ ശ്രമിക്കുന്നത് ഈ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം കുട്ടികളുടെ ഒരു ക്രെഡിറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. കേവാസുലും അതുപോലെ തന്നെ പീപ്പിൾ ലൈക്ക് യു ഓൾസോ ടേക്ക് ദ ഇനിഷ്യേറ്റീവ്. ഇതാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിന്റെ മോഡൽ. അതാണ് ഈ ഇന്നോവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ അക്കാഡമിക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. വേർ വി ക്യാൻ ഓൾസോ കം ഇൻ ആൻഡ് പാർട്ട്ണർ വിത്ത് യു ആൻഡ് ഗിവ് ദ ഇൻപുട്സ് ടു ചിൽഡ്രൻ. ആൻഡ് അത് അവരുടെ അക്കാഡമിക് വർക്കിന്റെയും കൂടെ ഭാഗമായിട്ട് ഒരു ഔട്ട്പുട്ടായിട്ട് മാറാൻ പറ്റുന്ന രൂപത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു സംശയമില്ല. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഡോക്ടർ ദീപ പറഞ്ഞ ഈ സജഷൻ വളരെ വാല്യുബിൾ ആണ്. I request the registrar and vice chancellor and other important members of faculty to take due consideration of this. ഇത് നമ്മൾ ഗവൺമെന്റ് ലെവലിൽ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ലെവലിലും കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അനിമൽ ഹസ്ബൻഡറി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്നോവേഷൻ പ്രൊമോഷന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഈ അനിമൽ സയൻസസ് ആൻഡ് വെറ്റിനറി കുട്ടികൾക്ക് വലിയ ഒരു പ്രചോദനമായിട്ട് മാറുന്നതാണ്. സാർ, ഒരു സജഷനും കൂടി ഉണ്ട്. അപ്പൊ വൺസ് അവരുടെ ഈ ഒരു ഐഡിയ ഓക്കെ ആണ് ലൈക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ whether they have to come there and do that അല്ലെങ്കിൽ whether they can continue in Kevasu and do the maybe TBIC is also there for them to work for അവരുടെ ഇന്നോവേഷൻസും. ഇപ്രാവശ്യം നമ്മള് കുട്ടികളെ ഒരുപാട് ഇത് പിന്നെ മൂവ് ചെയ്യാത്ത രൂപത്തിലാണ്, അതായത് ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യിക്കേണ്ട എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോവിഡിന്റെ കൂടെ പശ്ചാത്തലത്തിൽ കംപ്ലീറ്റ് വെർച്വൽ ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അവർക്ക് ചില സ്പെസിഫിക് ആയിട്ടുള്ള ബൂട്ട് ക്യാമ്പ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഡിസൈൻ തിങ്കിങ്ങിന്റെ ബൂട്ട് ക്യാമ്പില് അതിനകത്ത് പിന്നെ മുഴുവൻ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം മെയ്ക്ക് ആൻഡ് ബിൽഡ് ഉണ്ട്. അപ്പൊ ആ ബിൽഡിന്റെ പ്രോസസ് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഫേസ് ടു ഫേസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അത് പക്ഷെ നമ്മൾ എല്ലാ ജില്ലകളിലും ഓർഗനൈസ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ റീജിയൻസിലും ഓർഗനൈസ് ചെയ്യണം. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ നോർത്തേൺ റീജിയൻ നമുക്ക് കേവാസു തന്നെ ഓർഗനൈസ് ചെയ്യാം. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ആ രൂപത്തിൽ നമുക്ക് സ്ട്രക്ചർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഇറ്റ്സ് ഓൺലി എ ക്വസ്റ്റൻ ഓഫ് പ്രൊആക്റ്റീവ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം എന്നത് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് നമുക്ക് ഇത് ആക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കഴിഞ്ഞ കൊല്ലം IEDCയുമായിട്ട് സംബന്ധിച്ച് ഡിസൈൻ തിങ്കിങ് ഇവിടെ വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു. ICT അക്കാഡമിയാണ് ചെയ്തത്. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷന്റെ പാർട്ടായിട്ടാണ് അത് ചെയ്തത്. IDC സെല്ല് ഇവിടെ ഓൾറെഡി ഉണ്ട്.
സോ ആ കുട്ടികളെ തന്നെ നമുക്ക് ഇതിലത്തെ മേജർ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആയിട്ട് സാർ പറഞ്ഞ പോലെ ആക്കാം. അത് യൂണിവേഴ്സിറ്റി മൊത്തമായിട്ടുള്ള NBC സെല്ലാണ്. ഓക്കെ, Thank you, sir, for the insights. താങ്ക് യു. Now I invite Dr. M.K. Narayanan, Nodal Officer for YIP KVISU and Director of Entrepreneurship, to express his views. Very good morning to you all. First of all, I request all to use our university name, Kerala Veterinary and Animal Science University, KVASU, because that is the best thing, because frequently we are using Kaivasu, but kindly use KVASU or Kerala Veterinary and Animal Science University. This is a request from our side. And we will do our level best for the mentoring of our students along with the faculties for the taking up the future activities of YIP as well as the other activities of KDIS. And for students, we will make small innovations. Like for example, ഒരു ഉദാഹരണം ഞാൻ എനിക്ക് തോന്നിയപ്പോൾ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് 1 കോടി തൈ നടന്നു. അത് 1 കോടി പ്ലാസ്റ്റിക് കവറാണ്. അതിന് നമുക്ക് ഒരു ബയോഡിഗ്രേഡബിൾ കവറാക്കി മാറ്റാം. ഇങ്ങനെയുള്ള ഒരു സാധനത്തിനെ പ്രോബ്ലം ആയിട്ട് ചെയ്യുക, അതിനെ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുക, അതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന് മെന്റർ ചെയ്യുക, അതിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഈ തരം സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് ഒത്തിരി സാധ്യതയുള്ള ഒരു മേഖലയാണ് വെറ്റിനറി, അനിമൽ ഹസ്ബൻഡറി, ഡയറി മേഖല. അതിൽ എല്ലാ തരത്തിലുള്ള ഇന്നോവേഷൻസിന് ചെറിയ പ്രോബ്ലംസ് നമ്മുടെ ഫാർമേഴ്സ് ഫേസ് ചെയ്യുന്നതിന് വളരെ എഫക്റ്റീവ് ആയിട്ട് ഇൻക്ലൂഡിങ് ദ മാർക്കറ്റിംഗ് വി ക്യാൻ ഡു. ബിക്കോസ് നമ്മുടെ ഓർഗാനിക് സെക്ടറിൽ ഹാൻഡിൽ ചെയ്യുന്ന മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിന്റെ ഇത് വളരെ കുറച്ചാണ്. ഉദാഹരണം മിൽമ. പക്ഷെ അവർ സെയില് കൂടുതലും ലോക്കൽ മാർക്കറ്റിലാണ്. ഇത്തരം ഇന്റർവെൻഷൻ വന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ദി ഫാർമേഴ്സ് വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ്. Students will get the more information regarding the marketing as well as product value addition and also problem solving. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും അക്കാഡമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാക്കുന്നതിനും എല്ലാ സഹായങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിലും കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഉറപ്പാക്കുന്നതാണ്. കുട്ടികളെ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാത്തിനും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുകയാണ്. ഔദ്യോഗിക നന്ദി പ്രകാശനം മറ്റ് ഇത് ശേഷം ഉണ്ടാകും. എങ്കിലും ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ചെയ്ത എല്ലാ സൗകര്യങ്ങൾക്കും ഇതിനുവേണ്ടി സഹായിച്ച ഗവൺമെന്റ് KDIS ഭാരവാഹികൾക്കും യൂണിവേഴ്സിറ്റിയിലുള്ള ഫാക്കൽറ്റികൾക്കും ഡയറക്ടറേറ്റിന്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതാണ്. കുട്ടികളെ ഈ കാര്യങ്ങളിൽ ഇന്ററാക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൂടുതൽ കുറച്ച് സമയം കൂടി സാറിന് ചെലവഴിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാർ വളരെ നല്ല രീതിയിൽ നമ്മളെല്ലാം സെൻസിറ്റൈസ് ചെയ്തു കഴിഞ്ഞു. ഇനി യൂണിവേഴ്സിറ്റിയുടെ സൈഡിലാണ് ആക്ഷൻ എടുക്കുന്നത്. അതായത് വി ഹാവ് ടു ഡിസൈഡ് ദി മെത്തേഡ്സ് ഇൻ ഈച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഹാവ് രജിസ്റ്റേർഡ് അണ്ടർ YIP. അപ്പൊ അത് നമ്മുടെ ഡീൻ ലെവലിൽ ഉള്ള ഓഫീസേഴ്സ് they must see that the mentors are nominated at the earliest so that the students can contact them and proceed further. Now, if a ജില്ലാ ലെവലിൽ ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും പ്രോഗ്രാമിന്, പക്ഷെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആക്സസ് So, Dr. Deepanand last year, she was working actively. But Deepanand is at Manudi. കോലാഹലമായിട്ട് ഉള്ള കുട്ടികൾക്ക് നേരിട്ട് ഉള്ള ബെറ്റർ ആയിട്ട് കോലാഹലമായിട്ട് തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് ദീപ, Rajiv, and all heads of institutions to see that the mentors are selected
and the students and the vendors are starting there. That's all. Thank you. Thank you. ഓക്കെ സർ, താങ്ക് യു. സാർ ഒരു സംശയം ഉണ്ണികൃഷ്ണൻ സാറേ, പ്ലീസ്. സാറേ, നമ്മൾ ഈ സ്റ്റുഡൻസിന്റെ ഇന്നോവേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഷേഴ്സ് KSRTC എടുക്കുന്നുണ്ടോ? ഇതിനകത്ത് നമ്മള് കുട്ടികളുടെ IPR അത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഇപ്പൊ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അക്കാഡമിക് സെന്ററിന്റെയും കുട്ടികളുടേതായിരിക്കും. അപ്പൊ അതുകൊണ്ട് പേറ്റന്റ് രജിസ്ട്രേഷൻ ആ സ്റ്റേജിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസിൽ അവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ IPR പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസം. ഓക്കെ. രണ്ടാമത്തെ ഒരു സംശയം സാറേ, ഈ സാറ് ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള കൊളാബറേഷൻ്റെ പറഞ്ഞല്ലേ, എങ്ങനെയാണത് ഇപ്പൊ കറന്റ്ലി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ? ഇപ്പൊ നമ്മള് ബേസിക്കലി നമ്മള് ലോക കേരള സഭയുടെ ഭാഗമായിട്ട് ഒരു എക്സ്പേർട്സിന്റെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബേസിക്കലി ഇന്റർനാഷണൽ ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉള്ള വർക്ക് ചെയ്യുന്ന, ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഗവേണിംഗ് ബോഡിയിലുള്ള ഒരു ഡോക്ടർ KM എബ്രഹാം ഉണ്ട്. ഞങ്ങളുടെ ചെയർമാൻ KM എബ്രഹാം അല്ല, അതേ പേരിൽ തന്നെയുള്ള ഡോക്ടർ KM എബ്രഹാം ഉണ്ട്. അദ്ദേഹം ലിഥിയം അയോൺ ബാറ്ററീസിന്റെ ഒരുപാട് 150 പേറ്റൻസ് ഒക്കെ ഉള്ള US വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ അജയൻ പുളിക്കൽ എന്ന് പറഞ്ഞ അദ്ദേഹം നാനോ സയൻസിൽ ഒരു നോബൽ ലോറേറ്റ് പ്രോസ്പെക്റ്റ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രൊഫഷണൽസ് മലയാളികളായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ താല്പര്യം പ്രകടിപ്പിച്ച് ഇങ്ങനെ പുതിയ തലമുറയിലുള്ള കുട്ടികളെ ഗൈഡ് ചെയ്യുന്നതിനും സഹായിക്കുന്നതിനൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച് വന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് കൂടാതെ നമുക്ക് സ്ട്രക്ചേർഡ്, ഉദാഹരണത്തിന് ഇമ്പീരിയൽ കോളേജ് ലണ്ടനുമായിട്ട് നമുക്കൊരു സ്പെസിഫിക് പ്രോഗ്രാം ഉണ്ട് ഇന്നോവേഷൻ പ്രൊമോഷന്റെ. അപ്പൊ അവർക്ക് ഫാക്കൽറ്റീസിനും മെന്റേഴ്സിനും ഒരു ട്രെയിനിങ് കൊടുക്കാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ഇൻപുട്സ് കൊടുക്കുന്നതിനുള്ള പ്രോഗ്രാം ഉണ്ട്. അങ്ങനെയുള്ള ചാനൽ പ്രോഗ്രാംസും ഉണ്ട്. അതോടൊപ്പം നമ്മൾ ബ്രോഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് എലിമെന്റ്സ് അതൊക്കെ ഇവോൾവിംഗ് ആണ്. ഒരു ക്ലിയർ ബ്ലൂ പ്രിന്റ് എല്ലാത്തിനും ആയിട്ടില്ല. ഓരോരുത്തരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതനുസരിച്ച് ഇപ്പോൾ കേവാസിലുള്ള ആൾക്കാർ ചെയ്തിട്ട് നമുക്ക് ഇന്റർനാഷണലി ഇപ്പോൾ നെതർലാൻഡ്സിലോ അല്ലെങ്കിൽ സ്വീഡനിലോ സ്വിറ്റ്സർലാൻഡിലോ ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ then we can take that initiative also and then take it forward. നിലവിൽ നമുക്കുള്ള യൂണിവേഴ്സിറ്റി ലെവലിലുള്ള എക്സിസ്റ്റിംഗ് കൊളാബറേഷൻസ് നമുക്ക് ഈ ഡെഫിനറ്റ്ലി കൊണ്ടുവരാം, യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെയുള്ള നമ്മുടെ ഡിഫറെന്റ് കൊളാബറേഷൻസ് ഇതിന്റെ കൂടെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം. നിശ്ചയമായിട്ടും അത് പ്ലാൻ. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ നൈസ് പ്രസന്റേഷൻസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പോൾ സാറിനോട് നേരിട്ട് ചോദിക്കാം. നിങ്ങൾക്കുള്ള സംശയങ്ങളും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ സാറിനോട് നിങ്ങൾക്ക് ചോദിക്കാം. ഈ പ്രോഗ്രാം തന്നെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ അഡ്മിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളൊരു താങ്ക്സ് ഉള്ളത്. ഒരു വിദ്യാർത്ഥി പോലും ആവശ്യമില്ലാതെ മൈക്രോഫോൺ ഓൺ ആക്കുകയോ ഈ മീറ്റിംഗിൽ ഡിസ്റ്റർബൻസ് ഒന്നും വരുത്തുകയോ ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അതായത് കുട്ടികൾ അത്രത്തോളം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അതുമായി ആയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ സാറിനോട് നേരിട്ട് ചോദിക്കാം. നിങ്ങളുടെ മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഡോക്ടർ ഇർഷാദ്, ഞാൻ സ്റ്റുഡൻസിനോട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഈ വെബിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ KSIDC നടത്തിയ ഈ YIP-യുടെ 3rd to 4th സ്റ്റേജിൽ മെന്ററിങ്ങിനും അതിന്റെ ജഡ്ജിങ്ങിനും ഒക്കെ പാനലിൽ പോയിരുന്നു. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറി കോളേജിലെ 2 കുട്ടികളും മാത്രമാണ് അവസാനത്തെ, എനിക്ക് തോന്നുന്നു 3rd or 4th റൗണ്ടിലേക്ക് എത്തിയത്. അതിനപ്പുറത്തേക്ക് എത്തിയ ഒരു പ്രോജക്റ്റ്, കുട്ടികളുടെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട്, ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഡിസൈൻ ചെയ്തതാണ്. അത് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ഒരു 50 വർഷങ്ങളായിട്ട് ഈ ഓഡിയോ ഇല്ല. ഓഡിയോ അത് ആ പ്രോഗ്രാം ഞാൻ കേട്ടപ്പോ ആ കുട്ടികളുടെ
പ്രോഗ്രാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു നമ്മളുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു, ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ആലോചിക്കണം, വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം. ഒരുപാട് ഐഡിയാസ് ഉള്ളവരാണ് നിങ്ങൾ എന്ന് എനിക്കറിയാം. അത് ഒരു പ്രാവശ്യത്തെ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു പ്രാവശ്യം കുട്ടികളെ കൊണ്ടുവന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്യൂച്ചറിങ് മെറ്റീരിയൽ ആയിരുന്നു നമ്മുടെ കുട്ടികൾ. പക്ഷെ അന്ന് ഇത്രയും ഇമ്പ്രൂവ് ആയിരുന്നില്ല. ഇത് KSIDC ഉണ്ടാവുന്ന അതിന് മുൻപാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ആക്ടിവിറ്റി നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്തുന്നതിന് മുൻപ് കുട്ടികൾ ഇങ്ങനെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പൊ സാറ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആർ അവൈലബിൾ. ഉണ്ണികൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ ദീപക് മാഡം നമ്മൾ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും സ്റ്റുഡൻസ് ഒക്കെ നിങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് റിക്വസ്റ്റ് എനിക്കിതോട് പറയാനുണ്ട്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാം കുട്ടികൾക്ക്. സാറേ, ഒരു സജഷൻ ആണ് സാറേ. ഇപ്പൊ 30-ാം തീയതി ആണല്ലോ നമ്മുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത ഇത്. അപ്പം നമ്മുടെ ഓൾറെഡി ഇപ്പം വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഐഡിയാസ് ഒന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ഒരു സാഹചര്യം. കാരണം കുറച്ച് കുട്ടികൾ ഇപ്പൊ പൂക്കോട് നിന്നൊക്കെ ഒരു 4 കുട്ടികളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞവരുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെ അത് റിഫൈൻ ചെയ്ത് ആ ഒരു YIP-യുടെ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് അവർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം 30-ാം തീയതിക്ക് മുന്നേ സാറിന്റെ KDISC എന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ആരെങ്കിലും ഉൾപ്പെടുന്ന ഒരു ഓൺലൈൻ ഡിസ്കഷനോ മറ്റോ കുട്ടികൾക്ക് വേണ്ടി നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ. കാരണം ഇപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് എങ്ങനെയാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ഒരു പ്രൊജക്ട് ഡിസ്കഷന് വേണ്ടി മാത്രം, സബ്മിഷന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ള നമുക്ക് സ്റ്റാർട്ടപ്പ് മിഷനിലെ ഫെലോസിനെ കൂടെ ഓർഗനൈസ് ചെയ്യാം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് നല്ലൊരു പ്രോഗ്രാം ആയിട്ട്. ഓക്കെ ഓക്കെ. ഒരു നെക്സ്റ്റ് 30-ാം തീയതിക്ക് മുന്നേ, ഒരു 30-ാം തീയതിക്ക് മുമ്പേ ഇപ്പൊ ഞങ്ങളുടെ പിന്നെ വയനാട് കോർഡിനേറ്റർ ഉണ്ട്, അതിന് കോൺടാക്ട് ചെയ്യും. സാറുമായിട്ട് മുഹമ്മദ് സാറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഉണ്ണികൃഷ്ണൻ സാർ, ഒരു സംശയം കൂടി ചോദിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം സ്റ്റുഡൻസിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എഴുതാൻ പറഞ്ഞിരുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം PPT ആയിട്ടാണ് സബ്മിറ്റ് ചെയ്തിരുന്നത്. അടുത്ത സ്റ്റേജ് മാഡം. ഇപ്പൊ നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വാങ്ങിച്ചിട്ട് നമ്മൾ പ്രിലിമിനറി ഇവാലുവേഷൻ യൂണിവേഴ്സിറ്റി ലെവലിൽ നമ്മൾ ചെയ്ത ശേഷമാണ് പിന്നെ പ്രസന്റേഷൻ ജില്ലാതലത്തിൽ പോകുമ്പോഴേ PPT വാങ്ങും. നമ്മൾ ഇപ്രാവശ്യം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ഒരു ഷോർട്ട് ഐഡിയ, അത് കഴിഞ്ഞാൽ ആരാണ് ബെനിഫിഷ്യറീസ്, എന്താണ് ഔട്ട്കം, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്താണ്, അതിന്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ്, ഒരു ഷെഡ്യൂളും അതിന്റെ കോസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. PPT ഇപ്പൊ വേണ്ട. PPT അടുത്ത സ്റ്റേജിലേക്കാണ് നമ്മൾ ഇൻപുട്സ് എടുത്ത ശേഷം വേണം. ഹലോ സർ. സർ, നമ്മൾ ഈ യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായി. അപ്പൊ നമ്മളെ ഗ്രൂപ്പ്സിൽ ഈ സ്റ്റുഡൻസിന് 2 ഐഡിയാസ് ആണ് ഉള്ളത് ഓവറോൾ ആയിട്ട്. അപ്പൊ നമ്മളെ 2 ഐഡിയാസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ല അതിന്ന് സെലക്റ്റീവ് ആയിട്ട് ഒന്ന് മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇല്ല, നിങ്ങൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എത്ര ഐഡിയാസ് വേണം, നമുക്ക് നോ ലിമിറ്റ്. ഗ്രൂപ്പ്സ് ആകെ നമ്മുടെ കണ്ടീഷൻ എത്രയേ ഉള്ളൂ, 2 മുതൽ 5 വരെയുള്ള കുട്ടികളായിരിക്കണം. ഒരു മെന്റർ ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ട് ഉണ്ടാവണം എന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ. 2 ഐഡിയാസോ അതിൽ കൂടുതൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആവാം. അതൊക്കെ പിന്നെ ഇപ്പൊ മുഹമ്മദ് സാർ പറഞ്ഞ പോലെ റിഫൈൻ ചെയ്യാനുള്ള ഒരു പ്രോസസ്, ഇടയ്ക്ക് ഒരു ഇന്റർം സ്റ്റേജ് വേണമെങ്കിൽ അതും വിരോധമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. അപ്പൊ സെയിം സ്റ്റുഡന്റിന് ഒന്നിൽ കൂടുതൽ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ചെയ്യാല്ലേ? അതെ, ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെയിം സ്റ്റുഡന്റിന് മൾട്ടിപ്പിൾ ഐഡിയാസ് ഉണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പാർട്ട്നേഴ്സിനെ വെച്ചിട്ട് 2 ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു. നകുൽ, പരിചയപ്പെടുത്താമോ കോളേജ് ഏതാണെന്നും പേരും? സർ, ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്, കോളേജ് ഓഫ് വെറ്റിനറി ആനിമൽ സയൻസസ് മണ്ണൂത്തി. ഓക്കെ സർ, താങ്ക് യു സർ. സാറേ, ഒറ്റ സംശയമുണ്ട്. സ്റ്റുഡൻസിന്റെ കാര്യം ഓക്കെയാണ് സാറേ, ദേ ക്യാൻ സബ്മിറ്റ് മൾട്ടിപ്പിൾ ഐഡിയാസ്. വാട്ട് അബൌട്ട് മെന്റേഴ്സ് സർ? സെയിം. എത്ര ഐഡിയാസ് വേണമെങ്കിൽ ഒരു കാരണം മെന്റേഴ്സിന് എത്ര അവർ മെന്റർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് 10 പേരെ മെന്റർ ചെയ്യാൻ, 5 പേരെ മെന്റർ ചെയ്യാൻ നിശ്ചയിക്കാന്നുള്ള മാത്രം.
എത്ര പേരും എൻ്റർ ചെയ്യണമെന്ന് ഫാക്കൽറ്റി ഡിസൈഡ് അവരുടെ ടൈമിന്റെ അവൈലബിലിറ്റി അനുസരിച്ച്. ഓക്കെ. So one doubt. ഹലോ Sir. പറഞ്ഞോളൂ. Sir, for example, a technology innovation ആണെങ്കിൽ if it involves expertise technology from any other firm outside, നമുക്ക് അതിനുള്ള ഫണ്ടിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ? നിശ്ചയമായിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ടെക്നോളജി കമ്പോണന്റ് ഉണ്ട്. ആ ടെക്നോളജി കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ട് സപ്പോർട്ട്. യൂണിവേഴ്സിറ്റിയിൽ സാധാരണഗതിയിൽ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് പുറത്തുനിന്നൊരു ടെക്നോളജി സപ്പോർട്ട് കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന റോള്. അതിന് ഫണ്ടിങ് കിട്ടും, നിശ്ചയമായിട്ട് കിട്ടും. സർ, അത് കമേഴ്ഷ്യലൈസ് ചെയ്യാനാണെങ്കിലും സപ്പോർട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ടും ഒരു മെക്കാനിസം ഇതിന്റെ കൂടെ മാർക്കറ്റിംഗ് ചാനൽസ് കണക്ട് ചെയ്യുക, വെഞ്ചർ ഫണ്ട്സുമായിട്ട് കണക്ട് ചെയ്യുക, ഏഞ്ചൽ ഫണ്ട്സുമായിട്ട് കണക്ട് ചെയ്യുക, അതെല്ലാം ഈ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അതെല്ലാം we will take care. Okay, sir, thanks. So we have come to the end of the program. I express my sincere gratitude to our Honorable Vice Chancellor, Dr. Shashindranath sir, who inaugurated the program. I thank Dr. N. Ashok sir. On behalf of Kerala Veterinary and Animal Sciences University, I sincerely thank Dr. P.V. Unnikrishnan sir for his detailed presentation and introduction. I thank Director of Entrepreneurship and Nodal Officer YIP for KVSU, Dr. M.K. Narayanan sir, for his valuable suggestions. And I thank all faculty and students who attended the program. Thank you, one and all.